ഹലോ ഗൈസ്, വാണ്ടഡ് നഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കുവൈറ്റ് ലിറ്റിൽ ജംഗിൾ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ സൂവിലേക്കാണ്. ഇത് നമ്മൾ ഇവിടെ ജാഹ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ടാക്സി ബുക്ക് ചെയ്താണ് പോകുന്നത്. കൂടെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഓക്കെ, പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ അവസാനം നമ്മളെ ലിറ്റിൽ ജംഗിളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. കാർ പാർക്കിംഗ് ഏരിയ പറയാനായിട്ടല്ല, ഫ്രണ്ട് മൊത്തം ഫ്രീ സ്പേസ് ആണ്. അവിടെ എവിടെ വേണമെല്ലാം പാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? കുവൈറ്റിലെ ലിറ്റിൽ ജംഗിളിലേക്ക്. നമ്മളങ്ങനെ എല്ലാവരുമായിട്ട് അകത്തോട്ട് പോവുകയാണ്. പോയിട്ട് നമുക്ക് ഫസ്റ്റ് അകത്ത് കയറിയ ഉടനെ റൈറ്റ് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് 2.5 അടി, പിന്നെ 2 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. സോ നമ്മൾ സേറയ്ക്ക് ടിക്കറ്റ് എടുത്തില്ല, ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് എടുത്തോ. ഇതാണ് നമ്മുടെ ടിക്കറ്റ് എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റ് എൻട്രിയുടെ അവിടെയുള്ള വ്യൂ. ഒരു ചെറിയ ഒരു വാട്ടർഫാൾസിൻ്റെ സെറ്റപ്പ് ആണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ സൂവിലോട്ടുള്ള അവസാനത്തെ എൻട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്കൊരു ടിക്കറ്റ്, ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഇത് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഡോർ ഓപ്പൺ ആവും. അങ്ങനെയാണ് പോകുന്നത്. ബട്ട് ഞാൻ ടിക്കറ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ടിക്കറ്റ് മൊത്തം ഇങ്ങോട്ട് തിരിച്ചു തരികയാണ്. എന്തോ പറ്റി. ഞാൻ ഒരു കാർഡ് ഇട്ടപ്പോഴത്തേക്ക് 5-6 കാർഡൊക്കെ തിരിച്ചു വരുന്നത്. നമ്മൾ ഉള്ളിൽ കയറിയ ഉടനെ തന്നെ നമുക്ക് കുറേ ഇങ്ങനത്തെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല അടിപൊളി ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ആലിയേട്ടനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഓടിപ്പോൾ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു പാർക്കായിട്ട് തോന്നും ഈ സൂവിനെ കാണുമ്പോൾ. കാരണം ഫുള്ള് മരങ്ങളും പച്ചപ്പുമാണ്. ഓക്കെ, ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അങ്ങോട്ട് ഉള്ളിലൊക്കെ പോട്ടെ. എന്താണ് പറയ്. ഇതാണ് അവിടെ പ്രശാന്ത് ബ്രോ, ഇത് സെന്തിൽ ബ്രോയും ലിറ്റിൽ സ്റ്റാർ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, നമുക്ക് ചെറിയ അനിമൽസൊക്കെ പിള്ളേർക്ക് കയ്യിൽ പിടിക്കാനായിട്ട് ഇതുപോലെ കൊടുക്കുന്നതാണ്. പിള്ളേർക്ക് അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല.
പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇതാണ് നമ്മുടെ ജസ്റ്റിൻ ബ്രോ. വാർഡിൻ്റെ മുത്താണ് എന്നൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട്. പോട്ടെ. പിന്നെ ഇവിടുത്തെ പാലത്തിൽ നിന്ന് കാണുന്നത് മൊത്തം ഒരു ലേക്ക് പോലെ സെറ്റപ്പ് റെഡിയാക്കിയേക്കുന്നത്. മൊത്തം ആർട്ടിഫിഷ്യലായിട്ട് ഒരു റെഡിയാക്കിയ സ്ഥലമാണിത്. കണ്ട പക്ക ഒറിജിനൽ സ്ഥലം പോലെ തന്നെ തോന്നും. പിന്നെ അവിടുത്തെ ഫോട്ടോഷൂട്ട് ഇത് നമ്മളെ കിച്ചു. ആ പെരുമ്പാമ്പിന്റെ വായി കോഴിക്കുഞ്ഞിരിക്കുന്നുണ്ട്. പാമ്പ് പെരുമ്പാമ്പ് സ്നേക്ക് സ്നേക്ക് ഈ വെള്ളയുടെ വായി കോഴിക്കുഞ്ഞിരിക്കുന്നുണ്ട്. വെള്ളയുടെ വായി ശരിയല്ലേ ഒന്നും പിടിച്ചില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമൽ റൈഡ്? നല്ലതാ? എത്ര റേറ്റിംഗ് ഉണ്ട്? ഉണ്ടാ ബാക്കി 3 എന്ത് ചെയ്യാ? പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്, നമുക്ക് സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് സൈക്കിളിൽ ഓരോ സ്ഥലത്ത് നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഗൈസ്, നമ്മളങ്ങനെ കുവൈത്തിൽ ലിറ്റിൽ ജംഗിൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. കിച്ചു, എങ്ങനെയുണ്ട് കുവൈറ്റ് ജംഗിളിനെ കുറിച്ചൊരു വാക്ക് പറ. കുവൈറ്റ് ജംഗിൾ ചെറിയത് മാത്രമല്ല, കുവൈറ്റ് ലിറ്റിൽ ജംഗിൾ പിടിച്ച് പറയേ. ലിറ്റിൽ ജംഗിളാന്ന് പറയുന്നത്, പക്ഷെ അത് ലിറ്റിൽ അല്ല, നല്ല സ്ഥലത്താ. കണ്ടാ? പറഞ്ഞോ. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടെ? എല്ലാം ഇഷ്ടപ്പെട്ടു. താറാവൊക്കെ കണ്ടു. ഹലോ ഗൈസ്, നമ്മളിന്ന് അങ്ങനെ കുവൈറ്റിലെ ലിറ്റിൽ സൂ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്. ഒരു 2.5 KD ടിക്കറ്റ്. കൊടുത്ത പൈസയ്ക്ക് വർത്താണ്. നല്ല അടിപൊളി ക്ലൈമറ്റ്. പക്ഷെ വരുന്നവർ കുറച്ച് രാവിലെ വരുന്നത് നല്ലതായിരിക്കും. ഒരു 10 മണി തൊട്ട്, ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് 10 മണിക്ക് തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം 10, 11, ഒരു മണിക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ സ്ഥലം മൊത്തം കണ്ട് എക്സ്പ്ലോർ ചെയ്യാനും ഷോപ്പിംഗ് ചെയ്യാനും എല്ലാം ഒരു കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. ഞങ്ങൾക്കിപ്പോൾ പണി കിട്ടിയത്, ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 3:30, 4 മണിയായി. പിന്നെ കയറി ഒരു 5 മണിയായപ്പോൾ തന്നെ സ്ഥലങ്ങളൊക്കെ ഇരുട്ടി തുടങ്ങി. ഇപ്പം നമുക്ക് ചിമ്പാൻസി എവിടെ, ഗൊറില്ല എവിടെയൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അല്ലാണ്ട് സ്ഥലമൊക്കെ നല്ല അടിപൊളി വൈബ് പ്ലേസാണ്. സോ ചാൻസ് കിട്ടുവാണെങ്കിൽ ഒന്ന് വന്ന് കാണുക. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഗൈസ്. പറഞ്ഞോ ബ്രോ. പ്രശാന്ത് ബ്രോ, എനിക്ക് പറയാനൊന്നുമില്ല.
ബ്രോ സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു? സ്ഥലം അടിപൊളി, സൂപ്പർ. ആണോ? പുറത്താണോ 2-2.5 അടി? 5 കടിക്ക് പുറത്താണ്. ആണോ? വരുന്നൊരു തെറി. ഇല്ല, സൂപ്പർ. കുവൈറ്റിൽ ഇതുപോലൊരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് വന്നു. ഓക്കെ. തീർത്തും വേറെ എന്തെങ്കിലും? എല്ലാവരും വന്നൊന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിള്ളേരും ഒക്കെ ആയിട്ട് വന്നാൽ അടിപൊളിയായിരിക്കും. മതി. അനിൽ ബ്രോ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി. എല്ലാ പിള്ളേർ ഫാമിലിയായിട്ട് വന്ന നല്ല എൻ്റർടൈൻമെൻറ്റാണ്. അടിപൊളി ഒരു സ്ഥലമാണ്. കൊടുക്കുന്ന പൈസക്ക് പുറത്താണോ? എങ്ങനെ? കൊടുക്കുന്ന പൈസക്ക് പുറത്താണോ സ്ഥലം? പിന്നെ കൊടുക്കുന്ന പൈസക്ക് നല്ലതായിട്ട് മുതലാകുന്നുണ്ട്. സുലൈബിയിലാണ് നമ്മുടെ മറ്റേ ഇവിടെ ഇറക്കി പോകുന്ന വഴി. പിള്ളേർക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ കുഞ്ഞുമൊക്കെ ഉണ്ട്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സുണ്ട്, എല്ലാവരും ഉണ്ട്.